بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. തന്റെ ദാസന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. ചൊവ്വായ നിലയിൽ തന്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുവാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉത്തമമായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുവാനും വേണ്ടിയത്രേ അത്. ماكثين فيه أبدا. ആ പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് അവർ എന്നെന്നും കഴിഞ്ഞുകൂടുന്നതായിരിക്കും. وينذر الذين قالوا اتخذ الله ولدا. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയുമാകുന്നു. ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. മരണാനന്തരം ജീവിച്ചവർ എന്ന വിഷയത്തിലാണ് ഏതാനും കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണമേകുകയും അതിൽ പിന്നെ ജീവിപ്പിക്കുകയും ചെയ്ത ചില സംഭവങ്ങൾ അനുസ്മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജനസമൂഹങ്ങളിൽ സംഭവിച്ചതായ ചില സംഭവങ്ങളാണവ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവങ്ങളെ തൻ്റെ വചനങ്ങളായി വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചതിൽ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട് എന്നതിനാലാണ് ആ സംഭവങ്ങളിൽ ഏതാനും സംഭവങ്ങളെ ഇവിടെ എടുത്തുദ്ധരിച്ച് അതിൽ നിന്ന് ചില പാഠങ്ങൾ അനുസ്മരിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഭവങ്ങളിൽ 3 എണ്ണം ഉണർത്തിയിട്ടുണ്ട്. അവകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രതിപാദ്യ വിഷയങ്ങൾ.
സൂറത്തുൽ ബഖറയിലെ 55, 56 ആയത്തുകൾ. വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക് ഹത്താ നറല്ലാഹ ജഹ്റ ഫഅഖദത്കുമുസ് സാഇഖ വഅൻതും തൻദുറൂൻ ثم بعثناكم من بعد موتكم لعلكم تشكرون. ഈ രണ്ട് വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ മരിപ്പിക്കുകയും പിന്നീട് അവരെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ജീവിപ്പിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സംഭവം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ മരണത്തിന് വിധേയരായവർ ഇസ്രായേലിയരിൽ ഒരു വിഭാഗമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്രായേലിയരുമായി നടന്ന കുറേ സംഭവ വികാസങ്ങളുണ്ട്. അതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത് എന്നുള്ളത് സഹിഹായ കൃത്യമായ രേഖയിലൂടെ നിർണയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും സൂചന നൽകുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കുവാൻ റബ്ബിന്റെ മീഖാത്തിലേക്ക് തൂർ പർവ്വതത്തിന്റെ ചെരുവിലേക്ക് പോയ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അസാന്നിധ്യത്തെ ഉപയോഗപ്പെടുത്തി സാമുരി പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും അങ്ങനെ ഇസ്രായേലിയർ പശുക്കുട്ടിയെ പൂജിക്കുകയും ചെയ്ത സംഭവത്തിൽ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ വിലക്കി അതിൽ നിന്ന് വിട്ടുനിന്നു. ഇസ്രായേലിയരിൽ പലരും ഈ ശിർക്കിൽ ആപതിക്കുകയുണ്ടായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിന്റെ മീഖാത്ത് കഴിഞ്ഞ് തൗറാത്തിന്റെ ലൗഹുകളുമായി തിരിച്ചു വരുമ്പോൾ, ഫലകങ്ങളുമായി തിരിച്ചു വരുമ്പോൾ ശിർക്ക് ചെയ്യുന്ന ഇസ്രായേലിയരെയാണ് കാണുന്നത്. അള്ളാഹുവിന്റെ കോപത്തിന് അർഹമാകുന്ന പ്രവൃത്തി ചെയ്ത ഈ ഇസ്രായേലിയരിൽ 70 പേരെ തെരഞ്ഞുപിടിച്ച് ചില റിപ്പോർട്ടുകളിൽ അവർ ഈ ശിർക്കിന് അരി നിൽക്കാതെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം മാറി നിന്നു എന്നുണ്ട്. ഏതായാലും 70 പേരെയും കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാനും മാപ്പിരക്കുവാനും പോയ സംഭവവുമായി ബന്ധപ്പെട്ട് സൂറത്ത് അറാഫിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ചു. ഈ സംസാര വേളയിൽ ഇസ്രായേലിലെ ഈ ആൾക്കൂട്ടം അവർ ധാർഷ്ട്യന്മാരായിരുന്നു. അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞതാണ് വഇദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക് ഹത്താ നറല്ലാഹ ജഹ്റ. നിങ്ങൾ മൂസയോട് പറഞ്ഞ സന്ദർഭം ഇസ്രായേലിയരോടാണ് അഭിസംബോധന. എന്താണ് അവർ പറഞ്ഞത്? ലൻ നുഅ്മിന ലക്, മൂസ ഞങ്ങൾ നിനക്ക് വിശ്വസിക്കുകയില്ല. ഹത്താ നറല്ലാഹ ജഹ്റ, ഞങ്ങൾ അള്ളാഹുവിനെ പരസ്യമായി കാണുന്നത് വരെ. ഇതാണ് തെറ്റ് ചെയ്ത് അതിനപ്പുറം പശ്ചാത്താപത്തിന്റെ വേദിയിൽ ആ വിഭാഗം ആളുകൾ പറയുകയുണ്ടായത്. പരസ്യമായി ഞങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് വരെ ഞങ്ങൾ മൂസ നിന്നിൽ വിശ്വസിക്കുകയില്ല എന്നവർ ധിക്കാരം പറഞ്ഞു. ഫഅഖദത്കുമുസ് സായിഖ, അള്ളാഹു പറയുകയാണ് ആ പറഞ്ഞ നിങ്ങളെ സായിഖത്ത് പിടികൂടി. സായിഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇടിത്തി, അല്ലെങ്കിൽ അതിഘോരമായ ശബ്ദം. വഅൻതും തൻദുറൂൻ, ആ ഇടിത്തി നിങ്ങളിലേക്ക് വന്നത് നിങ്ങൾ നോക്കിക്കാണുന്ന അവസ്ഥയിലായിരുന്നു. സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും, നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ ഇടിത്തിയിൽ ഈ ഇസ്രായേലിയർ നശിക്കുകയും മരിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനപ്പുറം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയുണ്ടായി. അവരുടെ ആ മരണത്തിന് ശേഷം ലഅല്ലകും തഷ്കുറൂൻ, മരണം വന്ന നിങ്ങൾക്ക്, നാശം വന്ന നിങ്ങൾക്ക് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പേകിയത് അള്ളാഹുവിന് പിന്നീട് നന്ദി കാണിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. ഇതാണ് ഒന്നാമത്തെ സംഭവം. ഇവിടെ ഞാൻ നേരത്തെ കേൾപ്പിച്ച ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ ആ ചരിത്ര പശ്ചാത്തലത്തിലാണ് ഇത് നടന്നത് എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവാനും നന്നായി ജീവിക്കുവാനും ക്ഷണിച്ചപ്പോൾ ഇസ്രായേലിയർ എപ്പോഴും
ധാർഷ്ട്യതയിൽ പ്രതികരിക്കുന്നവരും സംസാരിക്കുന്നവരുമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ അതിനെ എതിർത്ത് പറയുക എന്നുള്ളതായിരുന്നു പല ഇസ്രായേലിയരുടെയും സ്വഭാവം. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ പലപ്പോഴും വില കൽപ്പിച്ചിരുന്നില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സാരോപദേശം നൽകി ഇസ്രായേലിയരിൽ ഒരു വിഭാഗത്തെ ക്ഷണിച്ചപ്പോൾ അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ നിസ്സാരപ്പെടുത്തി പറഞ്ഞതാണ്, ലൻ നുഅ്മിന ലക് ഹത്താ നറല്ലാഹ ജഹ്റ, അള്ളാഹുവിനെ പരസ്യമായി ഞങ്ങൾ കാണുന്നത് വരെ മൂസ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. അപ്പോഴാണ് അള്ളാഹു അവർക്ക് നേരെ ഇടുത്തി അയക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തത്. ചില റിപ്പോർട്ടുകളിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്നേരം തന്റെ ജനതയ്ക്ക് വേണ്ടി ദുആ ഇറക്കുകയും അള്ളാഹു ആ ദുആ കബൂലാക്കി അവരെ ജീവിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ചില ചരിത്ര റിപ്പോർട്ടുകളിൽ നാശത്തിന് ഇരയാകാത്തവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ആവശ്യപ്പെട്ടു. അവരെ അള്ളാഹു ജീവിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ഇറക്കുവാൻ. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു അവരെ ജീവിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും, നിങ്ങൾക്ക് മരണമേകിയതിൽ പിന്നെ അള്ളാഹു നിങ്ങളെ ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവിടെ മരിച്ച ഒരു വിഭാഗം ആളുകൾ ഈ ദുനിയാവിന്റെ പരപ്പിൽ അള്ളാഹു അവരെ ജീവിപ്പിച്ചതിന്റെ ഒരു ചരിത്രം ഈ ദുനിയാവിൽ അരങ്ങേറിയത് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു സംഭവം സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് ഇപ്രകാരമാണ്: അലം തറ ഇലൽ ലദീന ഖറജു മിൻ ദിയാരിഹിം വഹും ഉലൂഫ് ഹദറൽ മൗത്ത് ഫഖാല ലഹുമുല്ലാഹു മൂതു സുമ്മ അഹ്യാഹും ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലൻ നാസ് വലാകിന്ന അക്സറൻ നാസി ലാ യശ്കുറൂൻ. അലം തറ ഇലൽ ലദീന ഖറജു മിൻ ദിയാരിഹിം, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? വഹും ഉലൂഫ്, അവർ ആയിരങ്ങളായിരുന്നു, ആയിരക്കണക്കിന് ആളുകളായിരുന്നു. അവർ തങ്ങളുടെ വീട് വിട്ട് ഓടിയത് ഹദറൽ മൗത്ത്, മരണത്തെ പേടിച്ചുകൊണ്ടാണ്. അപ്പൊ മരണത്തെ ഭയന്ന് ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകൾ വിട്ട് ഓടിയത് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് ചോദ്യം. ഫഖാല ലഹുമുല്ലാഹ്, മരണത്തെ പേടിച്ചോടി അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂതു, നിങ്ങൾ മരിക്കുക. സുമ്മ അഹ്യാഹും, പിന്നീട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ചു. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരോട് അത്യുദാരനാണ്, ഔദാര്യമുള്ളവനാണ്. വലാകിന്ന അക്സറൻ നാസ് ലാ യശ്കുറൂൻ, പക്ഷേ അത്യുദാരനായ അള്ളാഹുവിന് നേരെ ജനങ്ങളിൽ അധിക പേരും നന്ദി കാണിച്ച് ജീവിക്കുന്നവരല്ല, നന്ദി കാണിക്കുന്നവരല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീട് വിട്ടോടി മരണം പേടിച്ച് എന്നാണ്. തഫ്സീർ ഇബ്നു കസീറിലും മറ്റുമൊക്കെ ഈ ആളുകളുടെ എണ്ണം 3000 പേരായിരുന്നു, 4000 പേരായിരുന്നു, 40,000 പേരായിരുന്നു എന്നൊക്കെ പല റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഹും ഉലൂഫ് എന്നാണ്. അലിഫ് എന്ന് പറഞ്ഞാൽ 1000, ഉലൂഫ് ആയിരങ്ങൾ. അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീട് വിട്ടോടി എന്നാണ്. എന്തിൻ? ഹദറൽ മൗത്ത്, മരണത്തെ ഭയന്ന്. ഈ ഗ്രാമം ഏതാണ്? ദാവർദാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറാഖിലെ വാസത്തിനോടടുത്ത ഒരു നാടാണ് ഇത് എന്ന് ചില ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബലപ്പെട്ട റിവായത്തുകൾ അത് ഇന്ന നാടാണ് എന്ന് നിർണയിച്ചു വന്നിട്ടില്ല. ഇവിടെ ഏതെങ്കിലും നാടിന്റെ ചരിത്രം പഠിപ്പിക്കലോ അല്ലെങ്കിൽ നാട് നിർണയിച്ച് മനസ്സിലാക്കി അതിനാൽ എന്തെങ്കിലും ഫലം പറയലോ ഇല്ലാത്തത് കാരണത്താൽ അതിൽ ഒരു ചികഞ്ഞ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. വിഷയം എന്താണ്? ഒരു വിഭാഗം ആളുകൾ മരണത്തെ പേടിച്ച് അവർ അവരുടെ വീട് വിട്ടോടി എന്നാണ്. എങ്ങനെയുള്ള മരണമാണ് അവർ ഭയന്നത്? 2 റിപ്പോർട്ടുകളാണുള്ളത്, ചരിത്രപരമായിട്ടുള്ള 2 റിപ്പോർട്ടുകൾ. ഒന്ന്, പ്ലാഗ് രോഗം, പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ തങ്ങൾക്ക്
അത് പിടികൂടി മരണത്തിന് അടിപ്പെടും എന്ന് പേടിച്ചിട്ടാണ് അവർ ഓടിയത് എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ആ നാട്ടുകാർക്ക് ജിഹാദ് ബാധകമായി. ഇപ്പോൾ ജിഹാദിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ രക്തസാക്ഷിയാകേണ്ടി വരും. അപ്പൊ രക്തസാക്ഷിത്വത്തിൽ നിന്ന് പേടിച്ച് ഓടുകയാണ് അവർ ചെയ്തത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷവും പ്ലാഗ് രോഗം പരന്നു ആ നാട്ടിൽ. അപ്പോൾ തങ്ങൾക്ക് അതിന് വിധേയരാകേണ്ടി വരുമല്ലോ എന്ന് ഭയന്നാണ് ഇവർ ഓടിയത് എന്നാണുള്ളത്. ഇസ്ലാമിൽ ഒരു നാട്ടിൽ താഊൻ വ്യാപിച്ചാൽ ആ നാട്ടിലുള്ളവർ ആ നാട് വിട്ടു പോകാനോ ആ നാട്ടിലില്ലാത്തവർ ആ നാട്ടിലേക്ക് വരുവാനോ പാടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിൽ ഇസ്ലാമിക സൈന്യം സിറിയയിലായിരുന്നു. അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് ഉണ്ട്, ഇതേപോലെ പല മുസ്ലിം നേതാക്കന്മാരുണ്ട്, ബിലാൽ, മുആദ് ഇബ്നു ജബൽ തുടങ്ങിയ മഹത്തുക്കളൊക്കെ സിറിയയിലായിരിക്കെ സിറിയയിൽ ഒരു പ്ലാഗ് രോഗം പിടികൂടി പകർന്നു. പല മുസ്ലിമീങ്ങളും അതിൽ മരിക്കുകയാണ്. ജീവിച്ച് ഇരുകാലിൽ നിൽക്കുന്നവർ ഈ പ്ലാഗ് രോഗം പിടിച്ചത് കാരണത്താൽ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം സംജാതമായി. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ഈ വിവരം അറിഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൂട്ടുകാരായ സഹചാരികളായ തൻ്റെ കീഴ്ഘടകങ്ങളായ തൻ്റെ സഹോദരങ്ങളെ ഓർത്ത് ഉമർ മദീനയിൽ അദ്ദേഹത്തിന് നിൽക്കക്കള്ളിയില്ലാതെ അദ്ദേഹം, അല്ലെങ്കിൽ സഹിച്ചു നിൽക്കാനാവാതെ അദ്ദേഹം സിറിയയിലേക്ക് പോയി എന്നാണ്. അപ്പോൾ സിറിയയുടെ അതിർത്തിയിൽ വെച്ച് അബൂ ഉബൈദ അദ്ദേഹത്തെ മുഖം കാണിച്ചു, കയറി വരരുത് എന്ന് പറഞ്ഞ്, ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഉമർ ആളുകളുടെ അവസ്ഥ അറിയുവാനും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് അവർക്കുള്ള സഹായത്തിനും മറ്റുമായിട്ട് അവിടേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആ സമയം അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു വന്നപ്പോൾ ഉമർ സിറിയയിലേക്ക് കടക്കാൻ തിടുക്കം കാട്ടുന്നതാണ് കണ്ടത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം എനിക്കറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വചനം അമീറുൽ മുഅ്മിനീനെ കേൾപ്പിച്ചു. ഒരു നാട്ടിൽ താഊന് പരന്നാൽ ആ നാട്ടിലുള്ളവർ നാട് വിടാനോ ആ നാട്ടിലില്ലാത്തവർ ആ നാട്ടിലേക്ക് വരാനോ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇவ்விதം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേട്ട ഉമർ അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത്. ആ നാട്ടിലുള്ളവർ ആ രോഗവും പേറി മറ്റുള്ളവരിലേക്ക് പകരുവാൻ ആ നാട് വിട്ടു പോകാനും പാടുള്ളതല്ല. ഇത് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ കൊടുത്തത് കാണുവാൻ സാധിക്കും. ഏതായാലും ഈ ആയത്തിൽ പറയുന്ന വിഷയം തങ്ങളുടെ വീട് വിട്ടോടിയ ആയിരക്കണക്കിന് ആളുകൾ അവർ മരണത്തെ ഭയന്നാണ് ഓടിയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, മൂത്തു, നിങ്ങൾ മരിക്കുക. അങ്ങനെ അവർ മരിച്ചപ്പോൾ സുമ്മ അഹ്യാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജീവിപ്പിക്കുകയുണ്ടായി എന്നാണ്. മരണത്തെ പേടിച്ചാണ് ഓടിയത്. യഥാർത്ഥത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായാൽ ലാ മൽജ വലാ മൻജ മിനല്ലാഹ് ഇല്ലാ ഇലല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിലേക്കല്ലാതെ ഒരു അഭയമല്ല. അൽ ഹദർ ലാ യുഗ്നി മിനൽ ഖദർ, ഇങ്ങനെ അറബിയിൽ പറയും. അൽ ഹദർ, മുൻകരുതൽ, ലാ യുഗ്നി മിനൽ ഖദർ, ഖദറിനെ ചെറുക്കാൻ പര്യാപ്തമല്ല. ഖദർ എന്താണോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വിഭാഗം ആളുകൾ അള്ളാഹുവിൽ തവക്കുലാക്കാതെ അള്ളാഹുവിലേക്ക് അഭയം തേടാതെ അവർ മരണത്തിൽ നോടുകയാണ് ചെയ്തത്. പക്ഷേ അവർ ഏതൊന്നിൽ നോടിയോ അത് അവരെ വഴിയിൽ പിടികൂടി എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഇതാണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ ഉണർത്തുന്ന മറ്റൊരു വചനാണ്. അതിൽ അള്ളാഹു പറയുന്നത്, ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ
قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. അള്ളാഹു മറ്റൊരു സംഭവം ഇവിടെ വിവരിക്കുകയാണ്. ഒരാൾക്ക് അള്ളാഹു മരണമേകി പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ജീവിപ്പിച്ചു. ഔ കല്ലദീ മറ അലാ ഖറിയത്തിൻ, ഒരു നാട്ടിലൂടെ നടന്നു നീങ്ങിയ ഒരാളുടെ കാര്യം. ആ നാടിന്റെ അവസ്ഥ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, ആ നാട് അതിന്റെ മേൽക്കൂരകളിൽ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഈ നടന്ന വ്യക്തി ആര്, ഏതാണ് ഈ നാട്, സന്ദർഭം ഏത്? ചരിത്ര റിപ്പോർട്ടുകളാണ് അതിലുള്ളത്. തഫ്സീർ ഗ്രന്ഥങ്ങൾ ആ ചരിത്ര റിപ്പോർട്ടുകളെ കൊടുത്തിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ഈ നടന്ന വ്യക്തി ഇരമ്യ പ്രവാചകനാണ് എന്നാണ്. മറ്റു ചിലർ പറഞ്ഞത് ഈ നടന്ന വ്യക്തി യഹസ്കേൽ പ്രവാചകനാണ് എന്നാണ്. ചിലർ ആയത്തിന്റെ തേട്ടവും ചരിത്ര റിപ്പോർട്ടുകളിൽ കണ്ട വസ്തുതയും മുന്നിൽ വെച്ച് ഇത് ഉസൈർ പ്രവാചകനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ അഭിപ്രായത്തെ പലരും പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഉസൈർ പ്രവാചകനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് 100 വർഷം മരിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് ജീവിപ്പിക്കപ്പെടുന്നത്. അയാൾ തൻ്റെ കഴുതപ്പുറത്ത് നാട്ടിലേക്ക് വന്നത് ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ തനിക്ക് തൗറാത്ത് അറിയാമെന്ന് പറഞ്ഞ് തൗറാത്ത് മനപ്പാഠം പറഞ്ഞപ്പോഴാണ് 100 വർഷം മുമ്പ് ഉസൈറിനോടൊപ്പം ഉണ്ടായിരുന്ന ആ നാട്ടിലെ ചിലർ, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയിരുന്നു, അദ്ദേഹത്തെ തിരിച്ചറിയുകയും ഉസൈറാണെന്ന് അംഗീകരിക്കുകയും ചെയ്തത് എന്ന് ചരിത്ര റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഇരമ്യ പ്രവാചകനായാലും യഹസ്കേലായാലും ഉസൈറായാലും വിഷയം അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല 100 വർഷം മരിപ്പിച്ചു കിടത്തി എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹു അയാളെ ജീവിപ്പിച്ചു എന്നുള്ളതാണ്. ആയത്തിൽ പറയുന്നത് ഔ കല്ലദീ മറ അലാ ഖറിയത്തിൻ, ഒരു വ്യക്തി അയാൾ ഒരു നാട്ടിലൂടെ നടന്നു. നാട് അത് ബൈത്തുൽ മഖ്ദിസാണ്, യെരുശലേം. ആ സാഹചര്യം ചരിത്രത്തിൽ പറയുന്നത് ബഖ്തൻസർ എന്ന രാജാവ് ഇസ്രായേല്യർ അധിവസിച്ചിരുന്നതായ യെരുശലേമിനെ അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിനെ ആക്രമിക്കുകയുണ്ടായി. ഇസ്രായേല്യരെ വധിച്ചു, കഥ കഴിച്ചു. അവിടെയുള്ള എടുപ്പുകളും കെട്ടിടങ്ങളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ഇസ്രായേല്യരിൽ വധിക്കപ്പെടാത്ത ചിലരെ യെരുശലേമിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ബാബിലോണിയയിലേക്ക് ബഖ്തൻസർ നാട് കടത്തി. ചരിത്ര പ്രസിദ്ധമായ സംഭവമാണത്. അങ്ങനെയാണ് ഇസ്രായേല്യർ ബാബിലോണിയയിൽ മാറി താമസിക്കുന്നത്. അവരെ നാട് കടത്തി. പിന്നെ യെരുശലേമിൽ അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിൽ ആൾപ്പാർപ്പില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരെ പലരെയും കൊന്നു. പിന്നെ അവിടെ താമസിക്കാൻ കഴിയാത്ത വിധം ആ നാടിനെ ബഖ്തൻസർ തരിപ്പണമാക്കി കളഞ്ഞു. അപ്പൊ ഇതാണ് രംഗം ചരിത്ര റിപ്പോർട്ടുകൾ പ്രകാരം. അതിലൂടെയാണ് ഈ വ്യക്തി നടക്കുന്നത്. ഏത് വ്യക്തി? ചിലർ ഉസൈർ എന്ന് പറഞ്ഞു, ചിലർ ഹെസ്കേൽ എന്ന് പറഞ്ഞു, ചിലർ യെരമ്യ പ്രവാചകൻ എന്ന് പറഞ്ഞു. ഏതായാലും ആ വ്യക്തി നടന്നു. അങ്ങനെ എടുപ്പുകളെല്ലാം തലമേൽ മറിഞ്ഞു കിടക്കുന്ന ആൾപ്പാർപ്പില്ലാത്ത ആ നാട് കണ്ടപ്പോൾ അയാൾ ചോദിച്ചു പോയി എന്നാണ്. ഖാല അന്നാ യുഹ്യി ഹാദിഹി ല്ലാഹു ബഅദ മൗതിഹാ, ഈ നാടിനെ അതിൻ്റെ നാശത്തിനപ്പുറം അള്ളാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് ചോദിച്ചു എന്നാണ്. അള്ളാന്റെ കഴിവിൽ സംശയിച്ചിട്ടുള്ള ചോദ്യമല്ല. പിന്നെയോ ആ നാടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആശ്ചര്യത്തിൽ ചോദിച്ചു പോയതാണ്. ഇതെങ്ങനെയാണ് അള്ളാഹു ഇതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് ചോദിച്ചു പോയി. ആളുകൾ മുഴുവൻ ജീവനറ്റ്, ആളുകൾ പാർത്തിരുന്നിടം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കപ്പെട്ട് കിടക്കുകയാണ്.
അപ്പോൾ അദ്ദേഹത്തിന് ആശ്ചര്യകരമായ ചോദ്യമാണ്, അന്നാ യുഹ്യീ ഹാദിഹില്ലാഹ് ബഅദ മൗതിഹാ. അള്ളാഹു തുടർത്തി പറയുകയാണ്, ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ. ഇത് പറഞ്ഞ ആ മനുഷ്യനെ അള്ളാഹു 100 വർഷം മരിപ്പിച്ചു. അയാളാണ് മരിപ്പിച്ചു. എത്ര വർഷം? 100 വർഷം. സുമ്മ ബഅസഹു, പിന്നീട് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ജീവിപ്പിച്ചു. എന്നിട്ട് ഖാല, അള്ളാഹു ചോദിച്ചു, കം ലബിസ്, താങ്കൾ എത്ര കാലമാണ് കഴിച്ചുകൂട്ടിയത്? ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിനം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഏതാനും ഭാഗമാണ് ഞാൻ കഴിച്ചുകൂട്ടിയത്. ഖാൽ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബൽ ലബിസ്ത മിഅത ആമിൻ, അല്ല, നിങ്ങൾ 100 വർഷമാണ് ജീവനറ്റ് കഴിച്ചുകൂട്ടിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസന്ന, നീ താങ്കളുടെ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും നോക്കൂ. ലം യതസന്ന, പഴക്കം നിമിത്തം അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. 100 വർഷം നിങ്ങൾ മരിച്ചിരുന്നാണ്. ഭക്ഷണം നോക്കൂ, പാനീയം നോക്കൂ, അതിന് പഴക്കം കാരണത്താൽ ഒരു രുചിഭേദമോ അല്ലെങ്കിൽ മാറ്റമോ സംഭവിച്ചിട്ടില്ല. വൻദുർ ഇലാ ഹിമാരിക്, നിങ്ങളുടെ കഴുതയെ നോക്കൂ. വലിനജഅലക ആയത്തൻ ലിന്നാസ്, നിങ്ങളെ 100 വർഷം മരിപ്പിച്ചു കിടത്തി. അത് നിങ്ങളെ ലോകർക്ക് അള്ളാഹു ഒരു ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടിയാണ്. വൻദുർ ഇലൽ ഇളാം, എല്ലുകളിലേക്ക് നോക്കുക. കൈഫ നുൻഷിസുഹ, എങ്ങനെയാണ് ആ എല്ലുകളെ അള്ളാഹു ഘടിപ്പിക്കുന്നത്. സുമ്മ നക്സുഹ ലഹ്മ, പിന്നെ ആ എല്ലുകളെ നമ്മൾ എങ്ങനെയാണ് മാംസം കൊണ്ട് പൊതിയുന്നത് എന്ന് നോക്കാൻ പറഞ്ഞു. ഫലമ്മ തബയ്യന ലഹു, ഈ വ്യക്തിക്ക് ഇക്കാര്യം വ്യക്തമായപ്പോൾ ഖാല, അയാൾ പ്രഖ്യാപിച്ചു, അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ് എന്ന്. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ 3 മുഅ്ജിസത്തുകളാണ് അള്ളാഹു പറയുന്നത്. ഒന്ന്, ഈ വ്യക്തി അള്ളാഹു 100 വർഷം മരിപ്പിച്ചു, എന്നിട്ട് അയാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. രണ്ടാമത്തേത്, ആ 100 വർഷവും അയാൾ ഉപയോഗിച്ചിരുന്ന പാനീയമുണ്ട്, ഭക്ഷണമുണ്ട്, അതിനൊരു മാറ്റമല്ല, അത് അതേപോലെ തന്നെ, അതിൻ്റെ രുചിയിൽ, അതിൻ്റെ നിറത്തിൽ, അതിൻ്റെ ഭാവത്തിലൊരു മാറ്റമല്ല, അതുപോലെ തന്നെ. അപ്പോൾ 100 വർഷം മരിപ്പിച്ചു കിടത്തിയ വ്യക്തി അയാൾ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതൊരു മുഅ്ജിസത്ത്. രണ്ടാമത്തേത്, അയാൾ ഉപയോഗിച്ചിരുന്ന ഭക്ഷണവും പാനീയവും 100 വർഷമായിട്ടൊരു മാറ്റമല്ല, അത് രണ്ടാമത്തെ മുഅ്ജിസത്ത്. മൂന്നാമത്തേത്, അയാളുടെ കഴുതയാണ്. ആ കഴുതയെ നോക്കാൻ പറയണം. ഉൻദുറിൽ ഇളാം, കഴുതയുടെ എല്ല് നോക്കാൻ പറഞ്ഞു. അപ്പൊ 100 വർഷമായിട്ടും കഴുതയുടെ മാംസമാണ് ദ്രവിച്ചിട്ടുള്ളത്, എല്ലുകൾ ദ്രവിച്ചിട്ടില്ല, എല്ലുകൾ ജീർണിച്ചിട്ടില്ല, അതവിടെ ഉണ്ട്. അള്ളാഹു പറയുകയാണ്, കൈഫ നുൻഷിസുഹ, ആ എല്ലുകൾ നമ്മൾ എങ്ങനെയാണ് പുനർഘടിപ്പിക്കുന്നത് നോക്കാൻ പറഞ്ഞു. സുമ്മ നക്സുഹ ലഹ്മ, പിന്നെ ആ എല്ലുകളെ എങ്ങനെയാണ് മാംസം കൊണ്ട് പൊതിയുന്നത് നോക്കാൻ പറഞ്ഞു. അപ്പോ മൂന്നാമത്തെ ദൃഷ്ടാന്തം അതാണ്. ഈ 3 ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കാണിച്ചു, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പോ കീഴ്മേൽ മരിക്കപ്പെട്ടതായ ആ നാടും അവിടെ കൊന്നൊടുക്കപ്പെട്ട മനുഷ്യരും, അയാൾ ആശ്ചര്യത്തിൽ ചോദിച്ചു പോയി, അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, നാശം പറഞ്ഞ ഈ നാടിന് എങ്ങനെയാണ് ഒരു പുനർജീവിതം എന്നത് അയാൾ ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇவ்விதമാണ് അയാൾക്കത് തെളിയിച്ചു കൊടുത്തത്. അയാൾക്ക് തെളിഞ്ഞു. ഫലമ്മ തബയ്യന ലഹു ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ് എന്ന്. ഇവിടെ ഈ 3 ചരിത്ര സംഭവങ്ങൾ സഹോദരന്മാരെ, നമ്മൾ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ മനസ്സിലാക്കിയത്. കേവല ബുദ്ധി കൊണ്ട് ഇസ്ലാമിക പരാമർശങ്ങളെയും ദീനീ വിഷയങ്ങളെയും പ്രത്യേകിച്ച് ഗൈബിയായ വൃത്താന്തങ്ങളെ അളക്കുവാനും മനസ്സിലാക്കുവാനും പണിയെടുത്ത ചില ആളുകൾ ഇത്തരം ആയത്തുകൾ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിൽ വലിയ അപകടത്തിൽ ചെന്നു ചാടിയിട്ടുണ്ട് എന്നുള്ളതൊരു നേരാണ്. അവർക്കിതൊരിക്കലും സഹ്യല്ല.
എങ്ങനെ ഇവിടെ മരിപ്പിച്ചിട്ട് പിന്നെ ജീവിപ്പിക്കുക? അതുകൊണ്ട് തന്നെ ഇത്തരം വൃത്താന്തങ്ങളെ തങ്ങളുടെ ബുദ്ധിക്കൊക്കുന്നില്ല, ചിന്തക്ക് ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കോട്ടിമാട്ടുവാനും വളച്ചൊടിക്കുവാനും ദുർവ്യാഖ്യാനിക്കുവാനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ വചനങ്ങൾ അതിൻ്റെ ബാഹ്യങ്ങൾ എന്തറിയിക്കുന്നുവോ അത് സമ്മതിക്കുകയും പൂർവികരായ പ്രാമാണികരായ പണ്ഡിതന്മാർ ഇതിനെങ്ങനെ വിശദീകരിച്ചുവോ അത് പ്രമാണബദ്ധമാണ് എങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളെ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചത്? അതിലുള്ള പാഠങ്ങളാണ് പ്രധാനം. ആ പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അള്ളാഹു ചിലരെ മരിപ്പിക്കുന്നു, അവർക്ക് അള്ളാഹു ഇവിടെ തന്നെ ജീവൻ നൽകുന്നു. എന്നാൽ ചിലർ മരിച്ചിട്ട് അവർ ഇവിടെ ജീവിക്കുവാൻ, വീണ്ടും ജീവിക്കുവാനും ദുനിയാവിലേക്ക് മടങ്ങുവാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു ആരാണ്? അള്ളാഹു അവനാണ് റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖുൽ മാലികുൽ മുതസർരിഫ്. അള്ളാഹു ആകുന്ന സൃഷ്ടാവ്. അള്ളാഹു അവൻ സൃഷ്ടിച്ചതിനെ മിൽക്കാക്കിയവനാണ്, ഉടമപ്പെടുത്തിയവനാണ്. അള്ളാഹു മുതസർരിഫാണ് എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചതിൽ അവൻ യഥാവിധം കൈകാര്യം ചെയ്യുന്നവനാണ്. ഫഅലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. വഹുവ യസ്അൽ വലാ യുസ്അൽ, അള്ളാഹു ചോദിക്കും, അള്ളാഹു ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അപ്പൊ അള്ളാഹു ഖാലിഖായ മാലികായ മുതസർരിഫായ റബ്ബാണ്. സൃഷ്ടിച്ച് ആ സൃഷ്ടിയെ പൂർണ്ണമായി ഉടമപ്പെടുത്തിയവനാണ് അള്ളാഹു. അതിലെന്ത് ചെയ്യണം, അതിലെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കും അവൻ്റെ നിയന്ത്രണത്തിനും മാത്രമാണ്. അവൻ ഉദ്ദേശിക്കും വിധം അതിൽ അവൻ മുതസർരിഫാണ്, കൈകാര്യം ചെയ്യുന്നവനാണ്. ശുഹദാക്കളുമായി ബന്ധപ്പെട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശുഹദാക്കൾ ആഗ്രഹിക്കുമെന്നാണ് ദുനിയാവിലേക്ക് മടങ്ങാൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളായിട്ട് പോലും അവരെ മടക്കുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരെ കുറിച്ച് പറയുകയാണ്, അർവാഹും ഫീ ജൗഫി തൈരിൻ, ശുഹദാക്കളുടെ ആത്മാക്കൾ പക്ഷിയുടെ രൂപങ്ങളിലാക്കും. പക്ഷികളുടെ രൂപങ്ങളിൽ അള്ളാഹു ശുഹദാക്കളുടെ റൂഹുകളാക്കും. ഖുദ്രിൻ, പച്ചവർണ്ണമുള്ള പക്ഷികളിൽ. ലഹാ ഖനാദീൽ മുഅല്ലഖ ബിൽ അർശ്, ആ പക്ഷികൾക്ക് കയറുവാനും ഇരിക്കുവാനുമൊക്കെ അർശിൽ ബന്ധിപ്പിച്ചതായ ഖിന്ദീലുകൾ ഉണ്ടായിരിക്കും, തൂക്കുവിളക്കുകൾ ഉണ്ടായിരിക്കും. തസ്റഹു മിനൽ ജന്ന ഹൈസു ശാഅത്, അങ്ങനെ ശുഹദാക്കളുടെ ആത്മാക്കൾ ഉള്ള ആ പക്ഷിയുടെ രൂപങ്ങൾ സ്വർഗീയ വിഹായുസിൽ യഥേഷ്ടം അവർ വിഹരിക്കും. സുമ്മ തഅവി ഇലാ തിൽകൽ ഖനാദീൽ, എന്നിട്ട് അർശിൽ തൂക്കിയിടപ്പെട്ടതായ ആ തൂക്കുവിളക്കുകളിൽ ഈ പക്ഷികൾ അഭയം തേടും എന്നാണ്. എന്നിട്ട് ഫത്തല ഇലൈഹിം റബ്ബുഹും ഇത്തിലാ, അവരുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശുഹദാക്കളിലേക്ക് നോക്കും. ഫഖാൽ, എന്നിട്ട് അല്ലാഹു ചോദിക്കും, ഹൽ തഷ്തഹൂന ഷൈഅൻ, നിങ്ങൾക്ക് വല്ലതും ആഗ്രഹമുണ്ടോ? ഖാലു അയ്യ ഷൈഇൻ നഷ്തഹി, ശുഹദാക്കൾ പറയും അല്ലാഹുവിനോട്, അല്ലാഹുവേ എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്? വനഹ്നു നസ്റഹു മിനൽ ജന്നതി ഹൈസു ശിഅന, ഈ സ്വർഗത്തിന്റെ സുഖസുഷുപ്തിയിൽ ഞങ്ങൾ വിഹരിക്കുകയാണ്. ഹൈസു ശിഅന, ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത്. അങ്ങനെ ഫഫഅല ദാലിക ബിഹിം സലാസ മറത്ത്, അള്ളാഹു 3 പ്രാവശ്യം ശുഹദാക്കളോട് ഇങ്ങനെ ചോദിക്കുന്നതാണ്, ഇനി എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അപ്പൊ ആ 3 തവണയും ശുഹദാക്കൾ അപ്രകാരം അള്ളാഹുവിനോട് പ്രതികരിക്കും, ഇനി എന്താണ് വേണ്ടത് ഇതിൽ പരം. ഫലമ്മ റഔ അന്നഹും ലം യുത്റകു മിൻ അൻ യുസ്അലു, അവസാനം ശുഹദാക്കൾ തങ്ങൾ ചോദിക്കപ്പെടുന്നതിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുകയില്ല എന്ന് കാണുമ്പോൾ, എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇനിയും ചോദിക്കും ഞങ്ങളോട്, ഇനിയും വേണോ, ഇനി എന്താണ് വേണ്ടത് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാതിരിക്കുകയില്ല എന്നുള്ളത് ശുഹദാക്കൾ കാണുമ്പോൾ, ഖാലു, അപ്പോൾ ശുഹദാക്കൾ പറയും, യാ റബ്ബ്, ഞങ്ങളുടെ റബ്ബേ, നുരീദ് അൻ തറുദ്ദ അർവാഹന ഫി അജ്സാദിന, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ജസദുകളിൽ, ശരീരങ്ങളിൽ ഞങ്ങളുടെ ആത്മാക്കളെ നീ മടക്കി തരണം. ഹത്താ നുഖ്തല ഫി സബീലിക മറത്തൻ ഉഖ്റ, അങ്ങനെ ഭൗതികതയിലേക്ക് മടങ്ങിച്ചെന്ന് ഞങ്ങൾ നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഇനിയും വധിക്കപ്പെടട്ടെ.
ഇതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ദുനിയാവിലേക്ക് മടങ്ങണം. എന്തിന്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരടിക്കുവാൻ. ശുഹദാക്കൾക്ക് രക്തസാക്ഷിത്വത്തിന് ഈ ഒരു ആനുകൂല്യമാണ് പരലോകത്തുള്ളത് എങ്കിൽ ആ ആനുകൂല്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇനിയും നേടുവാൻ അവർ മടങ്ങാൻ അവർ ആഗ്രഹിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശുഹദാക്കൾക്ക് ഇതല്ലാതെ ഒരു ആവശ്യവുമില്ല എന്ന് കാണുമ്പോൾ തുരിക്കു, അവർ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് റൂഹ് തിരിച്ചു കൊടുക്കുകയോ അവർ ദുനിയാവിലേക്ക് മടക്കുകയോ ഇല്ല. അപ്പോൾ ശുഹദാക്കളാരാ? അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ അനുഗ്രഹീതരാണ് ശുഹദാക്കൾ. പക്ഷെ ആ ശുഹദാക്കൾ അവരാഗ്രഹിക്കും ദുനിയാവിലേക്ക് മടങ്ങാൻ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ദുനിയാവിലേക്ക് മടക്കുന്നില്ല. എന്നാൽ ഇസ്രായേലരിൽ പലരെ, പൂർവ്വഗാമികളിൽ ചിലരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു. എന്നിട്ട് അവരുടെ ആത്മാക്കളെ തിരിച്ചു നൽകി അവരെ ഈ ദുനിയാവിലേക്ക് മടക്കി. അപ്പൊ അള്ളാഹു ആരാണ്? അള്ളാഹു അവന്റെ അടിയാറുകളിൽ ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവരാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലരെ കുറിച്ച് പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. എന്താ? ഹത്താ ഇദാ ജാഅ അഹദഹും അൽ മൗത്ത്, മരണം അവരിൽ ഒരാളിലേക്ക് വന്നാൽ ഖാല റബ്ബി ഇർജിഊൻ, അയാൾ പറയും, റബ്ബേ നീ എന്നെ മടക്കേണമേ. മരണം വന്ന് വാ പൊളിച്ച് നിന്നാൽ ആ മരണത്തിൻ്റെ സക്കറാത്തിൽ, മരണത്തിൻ്റെ ഹസ്രത്തിൽ ദുനിയാവിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട് അയാൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ എന്നെ ദുനിയാവിലേക്ക് മടക്കിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ വീഴ്ച വരുത്തിയതിൽ, ഉപേക്ഷ വരുത്തിയതിൽ, ആ ദുനിയാവിൽ ഞാൻ എനിക്ക് വേണ്ടി സുഹൃതങ്ങൾ പ്രവർത്തിക്കാൻ, നല്ലത് ഞാൻ ചെയ്തോളാം എന്നെ ദുനിയാവിലേക്ക് മടക്കിയാൽ എന്ന് അയാൾ പറയും. അള്ളാഹു പറയുകയാണ്, കല്ലാ, ഒരിക്കലുമില്ല, അങ്ങനെ മടക്കൂല. ഇന്നഹ കലിമത്തുൻ, മടക്കണം മടക്കണം എന്ന് അള്ളാഹുവിനോട് ആഗ്രഹം പറയുമ്പോൾ അതൊരു വെറും വാക്ക് മാത്രമാണ്. ഹുവ ഖായിലുഹാ, ആ പറയുന്ന വ്യക്തി അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത്? റബ്ബിർജിഊൻ റബ്ബിർജിഊൻ, പടച്ചോനെ മടക്ക് ദുനിയാവിലേക്ക്, ദുനിയാവിലേക്ക് മടക്ക്, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹുവ ഖായിലുഹാ, പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്നഹ കലിമത്തുൻ, അത് വെറും വാക്കാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഇനി മടക്കല്ലുള്ളത്, പിന്നെയോ അവരുടെ ബാക്കിൽ ബർസഖാണുള്ളത്. ഏതുവരേക്കും? അവർ ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരേക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഇവിടെ ദുനിയാവിലേക്ക് മടങ്ങണം എന്ന് പൂതിയും കൊതിയുമുള്ള കുറെ ആളുകൾ, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മടക്കുന്നില്ല. അവരുടെ യാചന അല്ലാഹു അതിനവർക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നില്ല. അപ്പൊ അല്ലാഹു ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളിൽ അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. ഫഅാലുൽ ലിമാ യുരീദ്, അല്ലാഹു അവൻ നിശ്ചയിച്ച തീയതി എത്തിയാൽ അവന് മരണം പറഞ്ഞവരെ അവരെ മരിപ്പിക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. മരണം വിധിച്ചവർക്ക് നാശമുണ്ട്, മരണമുണ്ട്. പിന്നീട് ഈ ദുനിയാവിൽ അല്ലാഹു ആർക്കാണ് ഉയർത്തെഴുന്നേൽപ്പ് പറഞ്ഞത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായിട്ട് ആർക്കാണോ നാശം വിധിച്ചത് അവർ നാശത്തിനും മരണത്തിനും കീഴൊതുങ്ങി അവർ പരലോക യാത്രയിലുമാകും. ഇതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം കണക്കാക്കി. ആ കണക്കാക്കിയ മരണത്തിൽ നിന്ന് ഒരാൾക്കും ഓടി ഒളിക്കുവാനോ തെന്നി മാറുവാനോ സാധ്യമല്ല. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവൻ്റെ തീരുമാനത്തിൽ നിന്ന് അണു അളവ് വ്യതിചലിച്ച് ഒരു രക്ഷാമാർഗം കണ്ടെത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല. മരണം മനുഷ്യരെ കാത്ത് അവരുടെ ജീവിത മാർഗത്തിൽ ഒരിടത്ത് കാത്തു കഴിയുകയാണ്. അവിടെ അള്ളാഹു മരണം നിശ്ചയിടത്ത് വെച്ച് മരണം അവരെ പിടികൂടും.
ആ മരണത്തിൻ്റെ കെണിയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പ്രധാന സംഭവം അബ്ബാസികളുടെ ഖിലാഫത്തിൽ നടന്നത് ഇത്തരത്തിലേറെ ശ്രദ്ധേയാണ്. അബ്ബാസികളുടെ ഖിലാഫത്തിൽ ബർമക്കികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഖുലഫാക്കളുടെ മറവിൽ അവർ ഇസ്ലാമിക നാടുകളിൽ സ്വാധീനം നേടുകയുണ്ടായി. ഈ ബർമക്കികൾ അധികാരത്തിൽ സാമ്പത്തിക രംഗം അവരാണ് കൈയാളിയിരുന്നത്. അതേപോലെ തന്നെ ഭരണാധികാരികളുടെ അടുത്ത ബിത്താനത്ത് ആളുകൾ അവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണം ബർമക്കികളുടെ കയ്യിൽ എന്ന പോലെയായിരുന്നു അന്നാളുകളിൽ അവർ പെരുമാറിയിരുന്നത്. അവർ ആളുകളെ കൊണ്ട് നന്നായി കളിച്ചു. സാധു ജനങ്ങൾ അവരെ കൊണ്ട് ഏറെ പൊറുതിമുട്ടി. സാമ്പത്തിക രംഗം അവരുടെ കയ്യിൽ. അതേപോലെ തന്നെ ഭരണാധികാരിയുടെ എഴുത്തുകോല് പോലും ഈ ബർമക്കികളുടെ കയ്യിൽ എന്ന പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണോ അധികാരം തിരിക്കുന്നത് അതിനനുസരിച്ചായിരുന്നു അന്ന് കാലങ്ങളിൽ അധികാരം പോയിരുന്നത്. പക്ഷേ ബർമക്കികൾക്കെതിരിൽ സാധുജനങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിരുന്നു, നിറകണ്ണുകളോടെ നോക്കിയിരുന്നു. ബർമക്കികൾ ഉറങ്ങിക്കിടക്കുന്നവരായിരുന്നുവെങ്കിലും അവരുടെ പീഡന മുറകളിൽ പൊറുതിമുട്ടിയിരുന്ന ജനങ്ങൾ ഉറങ്ങാതെ ഉറക്കമില്ലാത്ത അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ ദുആ ഉയർത്തുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ എല്ലാ ഇടത്തിലും ചെന്നെത്തിയ ബർമക്കികൾ ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് പിടികൂടപ്പെടുകയാണ്. അവരെത്തിയ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് അവർ താഴത്തേക്ക് ഇറക്കപ്പെട്ടു. അവർ പിടികൂടപ്പെട്ടു. അവരുടെ കൈക്കാലുകളിൽ വിലങ്ങുകൾ വന്നു. അവർക്ക് അഴികൾ എണ്ണേണ്ട നാളുകളുണ്ടായി. എന്ന് മാത്രമല്ല, അമീറുൽ മുഅ്മിനീൻ ഹാറൂൺ റഷീദ് ഈ ബർമക്കുകളെ മുഴുവൻ വധിക്കുവാൻ വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഇവർ വധിക്കപ്പെടുന്ന നാളുകൾ എണ്ണിയാണ്. അതിനുള്ള തീയതി പോലും തീരുമാനിക്കപ്പെട്ടു. ഈ സമയം യഹ്യൽ ബർമക്കിയുടെയും ജാഫറുൽ ബർമക്കിയുടെയും മാതാവ് ഹാറൂൺ റഷീദിനെ മുഖം കാണിച്ചുകൊണ്ട് സംസാരിച്ച ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളെ ഈ വിഷയത്തിൽ കേൾപ്പിക്കുന്നത്. യഹ്യൽ ബർമക്കിയുടെയും ജാഫറുൽ ബർമക്കിയുടെയും ഉമ്മ ഹാറൂൺ റഷീദിന്റെ വളർത്തുമ്മയാണ്. യഹ്യക്കും ജാഫറിനും മുലയൂട്ടിയ ആ സ്ത്രീ ആ പീരീഡിൽ ഹാറൂൺ റഷീദിനും മുലയൂട്ടിയിട്ടുണ്ട്, കുട്ടിയായിരിക്കെ. ഹാറൂൺ റഷീദ് കുട്ടിയായിരിക്കെ. അങ്ങനെ തൻ്റെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ വധിക്കാനാണ് ഹാറൂൺ റഷീദ് വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹാറൂൺ റഷീദ് വളർന്നു വലുതായി ഖലീഫയായി. അപ്പോ ഈ അവർക്ക് മുലയൂട്ടിയ ഹാറൂൺ റഷീദിന് മുലയൂട്ടിയ ഹാറൂൺ റഷീദിന്റെ വളർത്തുമ്മ തൻ്റെ മക്കൾ വധിക്കപ്പെടാൻ നാളുകൾ എണ്ണുകയാണ്. അതേപോലെ തന്നെ ഭർത്താവ് വധിക്കപ്പെടുമെന്നുള്ള അവസ്ഥ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവർ ഹാറൂൺ റഷീദിന് മുലയൂട്ടിയ ഉമ്മയാണല്ലോ, അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലേക്ക് വന്ന് ഹാറൂൺ റഷീദിനോട് ഒരു ഷഫായത്ത് നിർവഹിക്കുന്നുണ്ട്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഷഫായത്താണ്. ഈ സ്ത്രീ വന്നു. അവർ നഗ്നപാതിയായിട്ടാണ് വരുന്നത്. ഹാറൂൺ റഷീദ് ഈ സ്ത്രീയെ വളരെയധികം ആദരിച്ചിരുന്നു. ഉമ്മുർ റഷീദ് എന്നാണ് വിളിച്ചിരുന്നത്. അത്രമാത്രം ആദരിച്ചിരുന്ന മഹതിയായിരുന്നു ഈ സ്ത്രീ. കാരണം ഹാറൂൺ റഷീദിന്റെ ഉമ്മ ഹാറൂൺ റഷീദ് കുട്ടിയായിരിക്കാൻ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയാണ് എന്ത് ചെയ്തത്, ഹാറൂൺ റഷീദിനെ വളർത്തിയിട്ടുള്ളത്. അങ്ങനെ ഇവർ വന്നു. അങ്ങനെ ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിലേക്ക് അടുത്തപ്പോൾ അവിടെ പാറാവുകാരൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു, അകത്ത് ചെന്ന് അവർ തൻ്റെ മുഖം മൂടി നീക്കി, എന്നിട്ട് ഞാൻ ഉമ്മുർ റഷീദാണ്, ഞാൻ മുഖം കാണിക്കാൻ വന്നിട്ടുണ്ട് എന്ന് ഹാറൂൺ റഷീദിനോട് ചെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അബ്ദുൽ മലിക് ആ സ്ത്രീയുടെ ആഗമനം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വലിഞ്ഞുപോയി. വൃദ്ധയായ സ്ത്രീ പ്രയാസപ്പെട്ട് വരികയാണ്. അതും അവർ നടന്നാണ് വരുന്നത്, നഗ്നപാതയായിട്ട്. ഹാറൂൺ റഷീദിന്റെ വളർത്തുമ്മയാണ്. അപ്പൊ ആ രംഗം കണ്ട് അബ്ദുൽ മലിക് ചെന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ,
ഉമ്മുർ റഷീദ് നിങ്ങളെ മുഖം കാണിക്കാൻ വന്നു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ ബിൽ ബാബ്, വാതിൽക്കൽ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഹാറൂൻ റഷീദ് പറഞ്ഞു, വൈഹക യാ അബ്ദുൽ മലിക് അവസായ, അബ്ദുൽ മലിക് നിനക്ക് നാശം, നടന്നിട്ടാണ് ഉമ്മ വന്നത്? അപ്പൊ അബ്ദുൽ മലിക് പറയാണ്, നാം അമീറുൽ മുഅ്മിനീൻ വഹാഫിയ, നടന്നിട്ട് എന്ന് മാത്രമല്ല, അമീറുൽ മുഅ്മിനീൻ നഗ്നപാതിയായിട്ടാണ് വന്നിട്ടുള്ളത്, ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല, അങ്ങനെയാണ് ഓടി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഇത് അബ്ദുൽ മലിക് പറഞ്ഞത്? ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഹാറൂൻ റഷീദ് അത്രമാത്രം ഒരു ഉറച്ച തീരുമാനമാണ് ബർമക്കയുടെ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. ഒക്കത്തിന് തലവെട്ടാനാ പറഞ്ഞത്. അപ്പോ ഒരു അലിവ് ആ ഹൃദയത്തിൽ വരട്ടെ എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. അങ്ങനെ ഈ സ്ത്രീ കടന്നു വന്നു. അങ്ങനെ സ്ത്രീ ഹാറൂൻ റഷീദിനോട് സംസാരിക്കാൻ തുടങ്ങി ബർമക്കയുടെ വിഷയത്തിൽ. പക്ഷേ ഈ ഉമ്മ ഒരു കാര്യം പറയുമ്പോൾ അതിനേക്കാൾ സ്ഫുട ഭാഷയിലായിരുന്നു ഹാറൂൻ റഷീദ് ആ ഉമ്മയോട് പ്രതികരിച്ചത് എന്നാണ്. ആ സ്ത്രീ എത്ര ഒഴിവ് കഴിവുകൾ ബർമക്കുകൾക്ക് വേണ്ടി അന്വേഷിച്ചാലും ഹാറൂൻ റഷീദിന്റെ പ്രതികരണത്തിൽ, മറുപടിയിൽ ആ ഉമ്മ ഉത്തരം മുട്ടുകയായിരുന്നു. കാരണം അത്രമാത്രം ക്രൂരതകളാണ് ബർമക്കികൾ അവർക്ക് അധികാരം കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ സാധു ജനങ്ങളോട് ചെയ്തിട്ടുള്ളത്. അതിന്റെ കണക്കുകളും അതിന്റെ തെളിവുകളും വളരെ ബലപ്പെട്ട ഹാറൂൻ റഷീദിന് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇത്രമാത്രം ഒന്ന് പറഞ്ഞിട്ടും സുന്ദരമായ മറുപടി നൽകി ഉമ്മയെ ഉത്തരം മുട്ടിക്കുവാൻ ഹാറൂൻ റഷീദിന് സാധിച്ചത്. അവസാനം ഈ ഉമ്മ എത്ര പറഞ്ഞിട്ടും ഹാറൂൻ റഷീദ് തെളിവുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരത്തി ബർമക്കികളുടെ ക്രൂരതകളുടെ ആ പട്ടിക പറഞ്ഞപ്പോൾ ഈ ഉമ്മ മനസ്സിലാക്കി ഹാറൂൻ റഷീദിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനൊന്നുമില്ല. അപ്പം അവരെന്ത് ചെയ്ത്, തൻ്റെ മടിയിൽ കരുതിയിരുന്ന ഒരു ചെപ്പ് പുറത്തെടുത്ത്, ആ ചെപ്പിനൊരു സ്വർണത്തിൻ്റെ പൂട്ടായിരുന്നു എന്നാണ്, സ്വർണത്തിൻ്റെ പൂട്ടുള്ള ഒരു ചെപ്പ് പുറത്തെടുത്ത് ആ ചെപ്പിൽ നിന്ന് ചെറിയ പല്ലുകളും അതേപോലെ തന്നെ അല്പം മുടിയും അതേപോലെ തന്നെ ഒരു തുണിയും പുറത്തെടുത്തു എന്നാണ്. അപ്പം ഹാറൂൻ റഷീദ് ചോദിച്ചു, ഉമർ റഷീദ് ഇതെന്താണ്? പറഞ്ഞു ഹാറൂൻ റഷീദ്, ഞാൻ നിങ്ങളെ കുട്ടിയായിരിക്കുമ്പോൾ പോറ്റി വളർത്തി, നിങ്ങൾ കുട്ടിയായപ്പോൾ നിങ്ങളുടെ പല്ലുകൾ കൊഴിഞ്ഞു, ഞാനത് സൂക്ഷിച്ചു വെച്ചതാണ്. അന്ന് നിങ്ങളുടെ മുടി എടുക്കുമായിരുന്നു, ഞാൻ നിങ്ങളുടെ മുടി അത് വേസ്റ്റിൽ തള്ളുമായിരുന്നില്ല, ഞാനത് സൂക്ഷിച്ചു വെക്കാറാണ്. നിങ്ങളുടെ മുടിയാണ്. കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളെ ചുറ്റിപ്പൊതിഞ്ഞിരുന്ന തുണിയാണിത്, ഞാൻ ഇതിപ്പോഴും കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ഈ പല്ലും മുടിയും ഈ തുണിയുമൊക്കെ. അതുകൊണ്ട് ഇത് കണ്ടെങ്കിലും എൻ്റെ ഷഫാഅത്ത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഉമ്മുർ റഷീദ് ഹാറൂൻ റഷീദ് എന്നോട് പറയുകയുണ്ടായി എന്നാണ്. പക്ഷേ ഹാറൂൻ റഷീദ് ഈ ഒരു ശുപാർശ, ഇതൊരു ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു ശുപാർശയാണ്, ആരും വീണുപോകും വിധമുള്ള ഒരു ശുപാർശയാണ് ഉമ്മുർ റഷീദ് നടത്തിയത്. ഇന്നലകളിലെ ആ സ്മരണകളെ, അതും ഒരു ഭരണാധികാരിയുടെ കുരുന്നുകാലത്തുള്ള ആ സ്മരണിക, അത് പുറത്തെടുത്ത് ഇவ்விധം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് കണ്ട ഹാറൂൻ റഷീദ്, ഈ ഉമ്മയുടെ വർത്തമാനം കേട്ട ഹാറൂൻ റഷീദ്, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് ഫസ്തഅബറ റഷീദ് വബക ബുകാൻ ഷദീദൻ എന്നാണ്. അത് കണ്ട് പാഠം ഉൾക്കൊണ്ട ഹാറൂൻ റഷീദ് ഏറെ കരഞ്ഞു എന്നാണ്. അങ്ങനെ മന്ത്രിമാരും അവിടെയുള്ള നേതാക്കന്മാരും ഒക്കെ ഹാറൂൻ റഷീദിന്റെ കരച്ചിൽ കണ്ട് കരഞ്ഞു എന്നാണ്. പക്ഷേ ഹാറൂൻ റഷീദ് വീണ്ടും നോക്കുന്നത് തൻ്റെ മുമ്പിലുള്ള കണക്കുകളാണ്, തൻ്റെ മുന്നിലുള്ള തെളിവുകളാണ്, ബർമിക്കുകൾ ചെയ്തതായ ക്രൂരതകളാണ്. ആ ഉമ്മുർ റഷീദിനോട് പറഞ്ഞു, ഉമ്മുർ റഷീദ്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഈ ക്രൂരതകൾ ഇതിനു മുമ്പിൽ കണ്ണു ചിമ്മാൻ പറ്റൂല, ഇത് ചെയ്തവരെ ശിക്ഷിക്കാതിരിക്കാനും പറ്റൂല. അതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം ബർമക്കികളുടെ വിഷയത്തിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഉമ്മുർ റഷീദ് തിരിച്ചുപോയി എന്നാണ്. യഹ്യയും ജാഫറും അവരുടെ പിതാവുമൊക്കെ വധിക്കപ്പെടുകയുണ്ടായി എന്നാണ് ചരിത്ര റിപ്പോർട്ടുകളിൽ പറയുന്നത്. അവരുടെ മരണവാർത്ത, വധിക്കപ്പെട്ട വാർത്ത എറിഞ്ഞതിൽ പിന്നെ ഉമ്മുർ റഷീദിന് ഒരു തുള്ളി കണ്ണീര് പോലും പുറത്തു വന്നില്ല എന്നാണ്. കാരണം എന്താ? അവരത്രമാത്രം ചെയ്തികൾ ചെയ്തു കൂട്ടിയത് കാരണത്താലാണ് ഈ ശിക്ഷ ദുനിയാവിൽ അവരെ തേടിയെത്തിയത്. ഒരു കരച്ചിൽ അർഹിക്കുന്നവരല്ല ഇവർ എന്നുള്ളത് കാരണത്താലാണ്. മാത്രമല്ല, അവരുടെ അവസാന തടവും പുറത്തെടുത്താണ് അവർ ഷഫാഅത്ത് നിർവഹിച്ചത്. പക്ഷേ എന്നിട്ടും ഫലം കണ്ടില്ല എങ്കിൽ അവരെത്രമാത്രം ക്രൂരന്മാരാണ്. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ അവർ കരയുകയുണ്ടായില്ല എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് മരണം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരു ശുപാർശകന്റെയും ശുപാർശ അയാളുടെ മരണത്തെ പിന്തിപ്പിക്കുവാൻ ഉപകരിക്കുകയില്ല.
അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് മരണം വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആ മരണത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുവാൻ ഒരു രക്ഷാമാർഗമോ ഒരു പോംവഴിയോ ഇല്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടക്കൊത്തളങ്ങൾക്കകത്താണ് നിങ്ങളെങ്കിലും മരണദൂതൻ വന്ന് നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടതായ റൂഹിനെ തിരിച്ചു വാങ്ങും എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ മനുഷ്യൻ ഭ്രൂണാവസ്ഥയിലായിരിക്കെ 120 ദിവസം പിന്നിടുമ്പോൾ മലക്കിനെ നിയോഗിച്ചാണ് റൂഹിനെ ആ ജസദിൽ ഇട്ടേക്കുന്നത്. അള്ളാഹു എപ്പോഴാണോ ഉദ്ദേശിച്ചത് അപ്പോഴാണ് റൂഹിനെ നൽകിയത്. അള്ളാഹു എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ റൂഹിനെ തിരിച്ചെടുക്കുവാനും തിരിച്ചു വിളിക്കുവാനും അർഹൻ അവൻ അള്ളാഹുവാണ്. അവൻ നിശ്ചയിക്കുന്ന മലക്ക് വന്ന് ദേഹത്തിൽ നിന്ന് ദേഹിയെ, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ തിരിച്ചു വാങ്ങുക തന്നെ ചെയ്യും. അതിൽ നിന്ന് പിന്തുന്ന അവസ്ഥയോ മുന്തുന്ന അവസ്ഥയോ ഉണ്ടാവുകയില്ല. ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോരുത്തർക്കും അവരുടെ ഡേറ്റ് ഓഫ് ഡെത്ത് വന്നാൽ ഒരു നിമിഷം പോലും സമയം പോലും അവർ പിന്തിപ്പിക്കുകയില്ല, അവർ അതിനെ തൊട്ട് മുന്തിപ്പിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല. ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തി പഠിപ്പിച്ചതാണ്. ഇതേപോലെ ഈ മരിച്ചവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന മറ്റൊരു സംഭവം, അള്ളാഹുവാണ് മുതനാഖിളാത്തുകൾ സൃഷ്ടിക്കുന്നവൻ, വൈരുദ്ധ്യമായത് സൃഷ്ടിക്കുന്നവൻ. അള്ളാഹു ജീവിതം നൽകി, അതിനപ്പുറം അള്ളാഹു മരണം നൽകി, മരണത്തിനപ്പുറം അള്ളാഹു വീണ്ടും ജീവിതം നൽകുകയാണ്. ജീവിതവും മരണവും അത് മുതനാഖിളത്താണ്, വൈരുദ്ധ്യമാണ്. ലൈലിന് നഹാറുണ്ട്, രാവിന് പകലുണ്ട്. അതേപോലെ നൂറിന് വലാമുണ്ട്, വെളിച്ചത്തിന് ഇരുട്ടുണ്ട്. ഇതേപോലെ ഹയാത്തിന് മൗത്തുണ്ട്, മൗത്തിന് ഹയാത്തുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രങ്ങൾ ഉണർത്തിയത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഈ ജീവിതത്തിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് മനുഷ്യന്മാരെ ഓർമ്മിപ്പിക്കാനും ഉണർത്തുവാനുമാണ്. ചിലർക്ക് ഉയർത്തെഴുന്നേൽപ്പിനെയും ജീവിതത്തെയും കളവാക്കലും കളിയാക്കലാണ് പരിപാടി. അവരൊരിക്കലും സമ്മതിക്കൂല. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പോ, ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ, ഇനിയും ഒരു മടക്കമാണ് എങ്കിൽ അതൊരു വല്ലാത്ത പരാജയത്തിന്റെ മടക്കം തന്നെ എന്നവർ പരിഹസിക്കും. അവർ പറയും, വദറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇദ്മാം വഹിയ റമീം, ഹസ്തിപഞ്ചരമായ നുറുമ്പി പൊടിയായ എല്ലുകളെ ആരാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക? അവർ ചോദിക്കും. അഇദാ കുന്നാ ഇളാമൻ വതുറാബൻ അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ മണ്ണായി എല്ലായി മാറിയതിൽ പിന്നെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നവരോ എന്നവർ കളിയാക്കി ചോദിക്കും. ഇത് കളവാക്കുന്നവരുടെ, കളിയാക്കുന്ന അവിശ്വാസികളുടെ ചോദ്യങ്ങളാണ്. ചിലരങ്ങനെയല്ല, ചിലർ അവർക്ക് പരലോക ബോധമുണ്ട്, അല്ല പരലോക ജീവിതമുണ്ട് എന്നുള്ളത് അറിയാം, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് അറിയാം. മരിച്ച മനുഷ്യൻ ബർസഖ് പിന്നിട്ടാൽ, കാഹളത്തിലൂന്ന മലക്ക് കാഹളത്തിലൂതിയാൽ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ അവരുടെ ജീവിതം, അവരൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാതെയാണ് ജീവിക്കുന്നത് എന്ന പോലെയാണ്. കാലികളെപ്പോലെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലികൾ ദേഷ്യപ്പെടും. കാലികളെക്കാൾ മോശകരമായിട്ടുള്ള ജീവിതം. കാരണം അവരുടെ ഭൗതിക ജീവിതം ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്കുണ്ട്, ഒരു വിചാരണ എനിക്കുണ്ട് എന്ന ബോധമില്ലാത്ത ഒരു ജീവിതമാണ്. അപ്പൊ അത്തരം മനുഷ്യന്മാരെയും, ആദ്യം പറഞ്ഞ മനുഷ്യന്മാരെയും ഉത്ബോധിപ്പിക്കലും ഉണർത്തലും, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരണയുണ്ട് എന്നുള്ളത് അവരെ തെര്യപ്പെടുത്തലുമാണ് ഇത്തരം ചരിത്രങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നൽകിയതിൽ മറ്റൊരു വിഷയമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ലുൻ ലഹു ഖാനിതൂൻ വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി വലഹുൽ മസലുൽ അഅല ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ, അല്ലാഹു ആകുന്നു സൃഷ്ടിപ്പ് തുടങ്ങുന്നവൻ. സുമ്മ യുഈദുഹു, പുനഃസൃഷ്ടി നടത്തുന്നവനും അല്ലാഹുവാണ്. വഹുവ അഹ്വനു അലൈഹി, പുനഃസൃഷ്ടി അല്ലാഹുവിന് നിസ്സാരമാണ്. ഇല്ലായ്മയിൽ നിന്ന് പഠിച്ച അള്ളാഹുവിന്
ഉള്ളതിനെ വീണ്ടും പടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ടായതിനെ പടക്കുക എന്നുള്ളത് അത് നിസ്സാരമാണ്. വഹുവ അഹ്വനു അലൈഹി വലഹുൽ മസലുൽ അഅല ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വലം യഅയ ബിഖൽഖിഹിൻ ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. അല്ലാഹു ചോദിക്കുകയാണ്, അവലം യറൗ, അവരെ പറയുന്നില്ലേ, അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹു, വലം യഅയ ബിഖൽഖിഹിൻ, ഈ വാനങ്ങൾ ഭൂമി ഇവയെ പടച്ചിട്ട് അള്ളാഹ്ക്ക് യാതൊരു ക്ഷീണമോ ക്ലേശമോ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അള്ളാഹു ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എന്നുള്ളത് അവരറിയുന്നില്ലേ? ബല, അതിന് കഴിവുള്ളവനാകുന്നു അള്ളാഹു. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതിന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാകുന്നു അള്ളാഹു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, അതിലൂടെ കണ്ണോടിക്കുമ്പോൾ, കേവലം ഒരു ചരിത്രം കണ്ട് കേട്ട് അതിൽ കോൾമയർ കൊള്ളുക, അല്ലെങ്കിൽ കൺകുളിർക്കുക, അല്ലെങ്കിൽ രോമാഞ്ചപുളകിതരാകുക, ഇതൊന്നല്ല. കേവലം ഇതൊന്നുമല്ല അതിൽ പിന്നിലുള്ള ലക്ഷ്യം, ഉദ്ദേശം. പ്രത്യുത അതിൽ കുറേ പാഠങ്ങളും ഉത്ബോധനങ്ങളുമുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഉത്ബോധനങ്ങളെ ശ്രദ്ധിച്ച് ഒരു തഖ്വയുള്ള ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖിനാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ തഈദിനാൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ശക്തിപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ദുനിയാവിലെ കർമ്മങ്ങളിൽ റബ്ബിന് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു ഹൃദയ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരിടമേകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.